സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2 കൊമേഴ്സിലെ 9ാമത്തെ യൂണിറ്റ് ആണ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. ഓക്കെ. സോ ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഡിഫറെന്റ് ലോയുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ പറ്റി പറയുന്നു. അതിനുശേഷം നമുക്ക് മറ്റ് ചില ആക്ടുകളെ പറ്റി, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ പറ്റിയും പിന്നീട് RTA പറ്റിയും അതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ ആക്ടിനെ പറ്റിയും ഒക്കെ നമുക്ക് ബേസിക് അവയർനെസ് വേണം. അത്തരം ഏരിയയാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ കോൺട്രാക്ട് ആക്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കേണ്ട ടോപ്പിക്സ് ഇവയെല്ലാമാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ പറ്റി ഒരു ഓവർവ്യൂ വേണം. ദെൻ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെന്റ്, ഡിസ്ചാർജ് ഓഫ് ദി കോൺട്രാക്ട്, ബ്രീച്ച് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് റെമഡീസ് അഗെയിൻസ്റ്റ് ബ്രീച്ച്, ക്വാസി കോൺട്രാക്ട്സ്. സോ ഇത്രയും ഏരിയാസ് ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ. ഇത് കൂടാതെ സ്പെഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞ സെക്കൻഡ് പാർട്ട് കൂടിയുണ്ട്. ഇത്രയുമാണ് മേജർ ടോപ്പിക്സ്. സോ നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഒന്ന് ചെക്ക് ചെയ്യണേ, ഓഡിയോ ഓക്കെ അല്ലേ? ശരി, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്താണ്? കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് ലോ എന്ന് പറയാം. സോ ഇന്ത്യൻ ദി ലോ ഓഫ് കോൺട്രാക്ട് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മെർക്കന്റൈൽ ആൻഡ് ബിസിനസ് ലോ. ബിക്കോസ് എല്ലാ ആസ്പെക്ട്സിലും നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാലും അവിടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പ്രാധാന്യം വരുന്നുണ്ട്. സോ ഇറ്റ് എഫക്ട്സ് എവറി പേഴ്സൺ ഇൻ വൺ വേ ഓർ അനദർ, as all of us enter into some kind of contract every day. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് മറ്റേ ഒരു ലെൻഡിങ് നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ടാക്സി ഹയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ലഗേജ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഫോർ ബിസിനസ് കമ്മ്യൂണിറ്റി കോൺട്രാക്ട് എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും ഓരോ കോൺട്രാക്റ്റിൽ അധിഷ്ഠിതമാണ്. ഓക്കെ. സോ ഇത്തരത്തിൽ ഇന്ത്യയിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് ലോ ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ. സോ എന്താണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് സെപ്റ്റംബർ 1872 സോ ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് സെപ്റ്റംബർ 1872 ആൻഡ് ഇറ്റ് അപ്ലൈസ് ടു ഓൾ ഓഫ് ഇന്ത്യ. മുമ്പ് അത് ജമ്മു ആൻഡ് കാശ്മീരിൽ ആപ്ലിക്കബിൾ ആയിരുന്നില്ല. പിന്നീട് 2019 ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയതോടുകൂടി ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യ മൊത്തം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് ആദ്യത്തെ പാർട്ടിൽ പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ പറയുന്നത് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് കോൺട്രാക്റ്റിനെ പറ്റിയാണ്. ഓക്കെ. ഈ രണ്ട് പാർട്ടുകൾ ഉണ്ടെന്ന് ഓർക്കുക. ഒന്ന് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലോ ഓഫ് കോൺട്രാക്ട്, അത് സെഷൻ 1 to 75 ആണ് ജനറൽ പ്രിൻസിപ്പിൾസിനെ പറ്റി പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് സ്പെഷ്യൽ കോൺട്രാക്ട് ആണ്. അവിടെ നമ്മൾ ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് 124 to 238 ആണ്. സോ രണ്ട് പാർട്ടുകൾ ഓർക്കുക. ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്, രണ്ടാമത്തെ പാർട്ട് അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആദ്യം നമ്മൾ എന്താണ് കോൺട്രാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. കോൺട്രാക്ട് എന്ന് പറയുന്ന വേർഡ് ആക്ച്വലി ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. അതിനർത്ഥം ഡ്രോൺ ടുഗദർ എന്നാണ്. രണ്ട് പാർട്ടീസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്ത ആ ഒരു കൺസെപ്റ്റിലാണ് ഡ്രോൺ ടുഗദർ എന്നുള്ള ആ കോൺട്രാക്റ്റും എന്നുള്ള വേർഡിൽ നിന്നുമാണ് ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് മെയ്ഡ് ബിറ്റ്വീൻ 2 or more parties which is enforceable by law. സോ എന്താണ് കോൺട്രാക്ട്? അവിടെ നിങ്ങൾ ഓർക്കണം, കോൺട്രാക്റ്റിനകത്തൊരു എഗ്രിമെന്റ് ഉണ്ട്. രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആൻഡ് ദിസ് എഗ്രിമെന്റ് മസ്റ്റ് ബി എൻഫോഴ്സിബിൾ ബൈ ലോ. ഈ എഗ്രിമെന്റ് നിയമപരമായിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാനും സാധിക്കണം. സോ എഗ്രിമെന്റ് ഒപ്പം എൻഫോഴ്സിബിലിറ്റി കൂടി ചേരുമ്പോഴാണ് അതൊരു കോൺട്രാക്റ്റ് ആയി മാറുന്നത്. ഓക്കെ. സോ യു നീഡ് ടു റിമെമ്പർ, എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് വിച്ച് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ 2 or more parties വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ. രണ്ടോ അതിലധികം ആളുകൾ ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു എഗ്രിമെന്റ് നിയമപരമായിട്ട് എൻഫോഴ്സിബിൾ ആകുവാണെങ്കിൽ, സോ കോൺട്രാക്ട് മീൻസ് എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി. So 2H of Indian Contract Act defines contract as an agreement which is enforceable by law. അത്രേ ഉള്ളൂ. ഒരു എഗ്രിമെന്റ് ഉണ്ടാവണം, ആ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആവണം. എൻഫോഴ്സിബിൾ മീൻസ് നിയമപരമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നായിരിക്കണം. ഓക്കെ. സോ സിമ്പിൾ സെൻസിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യം മാത്രമാണ് കോൺട്രാക്ട് ഓർത്തിരിക്കേണ്ടത്. ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ആൻ എഗ്രിമെന്റ് ആൻഡ് ഇറ്റ്സ് എൻഫോഴ്സിബിലിറ്റി.
ഒരു എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി വരുമ്പോഴാണ് അതൊരു കോൺട്രാക്ട് ആകുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ, സി എ എഗ്രീസ് ടു സെൽ ഹിസ് കൗ ടു ബി for rupees 5,000. B accepts the offer. This is a contract because it is enforceable by law. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ബിയോട് പറയാണ്, എന്റെ കൗവിനെ ഞാൻ നിങ്ങൾക്ക് 5,000 രൂപയ്ക്ക് തരാൻ റെഡിയാണ്. ബി പറഞ്ഞു ഓക്കെ, ഞാനത് വാങ്ങാൻ തയ്യാറാണ്. രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു കൺസെന്റ് വന്നിട്ടുണ്ട്, രണ്ട് പാർട്ടികൾ എഗ്രി ചെയ്തിട്ടുണ്ട്. ആ എഗ്രിമെന്റ് ഇസ് ദർ. ആൻഡ് ഈ പറഞ്ഞ എഗ്രിമെന്റ് നിയമപരമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ബിക്കോസ് ബി അത് അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ബി പേയ്മെന്റ് നടത്തുന്നില്ലെങ്കിൽ, ബിക്കോസ് ഇവർ തമ്മിൽ സംസാരിച്ച് ക്രിയേറ്റ് ചെയ്തൊരു എഗ്രിമെന്റ് ആണ്. അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഒരു പാർട്ടി ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ നിയമപരമായിട്ട് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. അതാണ് എൻഫോഴ്സിബിലിറ്റി ഇസ് ദെയർ എന്ന് പറഞ്ഞത്. സോ ദിസ് ഇസ് ആൻ എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. എ ഇൻവൈറ്റ്സ് ബി ടു എ ഡിന്നർ ആൻഡ് ബി അക്സെപ്റ്റ് ദി ഇൻവിറ്റേഷൻ. സിറ്റുവേഷൻ മാറിയോ? ഫസ്റ്റ് കേസിൽ എന്താണ്? ഒരു കൗവിനെ ഞാൻ വിൽക്കാൻ തയ്യാറാണ്, 5,000 രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞു. 5,000 രൂപയ്ക്ക് വാങ്ങാൻ വേണ്ടി സെക്കൻഡ് പാർട്ടി തയ്യാറായിരുന്നു. അവിടെയാണ് എൻഫോഴ്സിബിലിറ്റി ഉള്ളത്. അതേസമയം ഒരു എ എന്ന് പറഞ്ഞ പാർട്ടി ബി എ ഒരു ഡിന്നറിന് ക്ഷണിക്കുന്നു. ബി ഓക്കെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു. ഇവിടെ എയും ബിയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അവർ രണ്ടുപേരും എഗ്രി ചെയ്തിട്ടുണ്ട് വരാമെന്ന്. പക്ഷെ ഇതൊരു കോൺട്രാക്ട് അല്ല, ബിക്കോസ് ഇറ്റ്സ് എ മിയർ സോഷ്യൽ എഗ്രിമെന്റ്. രണ്ടുപേരും തമ്മിൽ പറഞ്ഞിരിക്കുന്നത് ശരി, നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്ത് കൊള്ളാം, അതുമായി ബന്ധപ്പെട്ട് ഒരു ഈ പറയുന്ന ഒരു കൺസിഡറേഷൻ ഇസ് നോട്ട് ദെയർ. മുമ്പ് നമ്മൾ കണ്ടപ്പോൾ ഒരു 5,000 രൂപ തന്നുകൊള്ളാം എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, 5,000 രൂപയ്ക്ക് വിൽക്കാം എന്നുള്ളൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല, കൺസിഡറേഷൻ ഇല്ല. അത് മാത്രമല്ല, ഇത് സോഷ്യൽ എഗ്രിമെന്റ് മാത്രമാണ്. ദാറ്റ് ഈസ് നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. സോ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആകണമെങ്കിൽ എന്തുണ്ടാവണം? ലീഗൽ വയലബിലിറ്റി വേണം. ആ ലീഗൽ വയലബിലിറ്റി ഇല്ലെങ്കിൽ അത് എൻഫോഴ്സിബിലിറ്റി ഇല്ല. അങ്ങനെയാണെങ്കിൽ അതൊരു എഗ്രിമെന്റ് മാത്രമാണ്, അതൊരു കോൺട്രാക്ട് ആവുന്നില്ല. സോ ഫസ്റ്റ് കേസ് ഒരു കോൺട്രാക്ടിന് എക്സാമ്പിൾ ആണ്, സെക്കൻഡ് കേസ് ഒരു എഗ്രിമെന്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദെൻ എഗ്രിമെന്റിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പിന്നീട്. സെഷൻ 2E ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആൻഡ് സെഷൻ 2E ആണ് എഗ്രിമെന്റിനെ പറ്റി പറയുന്നത്. എഗ്രിമെന്റ് മീൻസ് എവറി പ്രോമിസ് ഓർ എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. ഓക്കെ, രണ്ട് പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പരസ്പരം നൽകുന്ന പ്രോമിസുകളാണ് എഗ്രിമെന്റ്. ആ പ്രോമിസിന് വാലിഡിറ്റി വരണമെങ്കിൽ കൺസിഡറേഷൻ ഉണ്ടാവും, രണ്ട് പാർട്ടിക്കും എന്തെങ്കിലും ഒന്ന് ബെനിഫിറ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിയമപരമായിട്ട് നമുക്ക് എഗ്രിമെന്റ് എന്ന് വിളിക്കാൻ പറ്റൂ. ഓക്കെ, സോ ദെയർഫോർ ആൻ എഗ്രിമെന്റ് മസ്റ്റ് ബി ആൻ ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് ഇറ്റ്സ് അക്സെപ്റ്റൻസ് ബൈ അനദർ പാർട്ടി. ഇവിടെ ഒരാൾ ഓഫർ കൊടുക്കുന്നു, സെക്കൻഡ് പാർട്ടി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഇത് രണ്ടും ചേരുമ്പോഴാണ് അതൊരു എഗ്രിമെന്റ് ആകുന്നത്. അതുകൊണ്ട് എഗ്രിമെന്റ് ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്ന് ഓഫർ ഉണ്ടാവണം, രണ്ട് അക്സെപ്റ്റൻസ് ഉണ്ടാവണം. ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ആണ് ഒരു എഗ്രിമെന്റ്. ഫോർ എക്സാമ്പിൾ, എ ഓഫേഴ്സ് ടു സെൽ ഹിസ് കാർ ഫോർ 1 lakh ടു ബി. എ അദ്ദേഹത്തിന്റെ കാർ 1 lakh rupees ബിക്ക് കൊടുക്കാം എന്ന് ഓഫർ ചെയ്തു. ബി അക്സെപ്റ്റ് ദി ഓഫർ. ബി ആ ഓഫർ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. സോ ഓഫറും ഉണ്ട്, അക്സെപ്റ്റൻസും ഉണ്ട്. അതിനർത്ഥം അതൊരു എഗ്രിമെന്റ് ആയി മാറി. ഒരു പാർട്ടി ഓഫർ ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടി ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് അതൊരു എഗ്രിമെന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ എഗ്രിമെന്റ് 3 ടേമുകൾ നമ്മൾ പറഞ്ഞു. 3 ടേമുകളും ക്ലിയർ അല്ലേ? ആദ്യത്തെ ടേം നമ്മൾ പറഞ്ഞത് കോൺട്രാക്ട് ആണ്. കോൺട്രാക്ട് മീൻസ് ആൻ എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ. എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ അത് കോൺട്രാക്ട് ആണ്. രണ്ടാമത്തെ ടേം പറഞ്ഞത് പ്രോമിസ്. പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസൽ ആണ് കേട്ടോ. പ്രോമിസിനെ പറ്റി നമ്മൾ പറഞ്ഞില്ല, ബന്ധം ഓർക്കുക. പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ ആണ്. ഞാൻ എൻ്റെ കാർ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, അതൊരു പ്രോമിസ് അല്ലേ? അതാണ് ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. ഒരു ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം പ്രോമിസുകളാണ് ഓഫറായി മാറുന്നത്. റൈറ്റ്. സോ എഗ്രിമെന്റ് എന്താണ്? ഇത്തരം പ്രപ്പോസലുകളുടെ അല്ലെങ്കിൽ പ്രോമിസുകളുടെ ഒരു കളക്ഷൻ ആണ്. മേ ബി എവരി പ്രോമിസ് ആൻഡ് എവരി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ടു ഈച്ച് അതർ. രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള, രണ്ടുപേർക്കും ഏതെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രോമിസുകളാണ് യഥാർത്ഥത്തിൽ എഗ്രിമെന്റ് ആയി വരുന്നത്. ഇവിടെ നമ്മൾ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ബെനിഫിറ്റ് യഥാർത്ഥത്തിൽ? എ ബിയോട് പറയുകയാണ് 5,000 രൂപയ്ക്ക് ഞാൻ എൻ്റെ പശുവിനെ തരാം എന്ന് പറയുകയാണെങ്കിൽ ബി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ബിക്ക് പശുവിനെ കിട്ടും, എക്ക് 5,000 രൂപ കിട്ടും. സോ രണ്ടു പേർക്കും കൺസിഡറേഷൻ വരുന്നുണ്ട്. അത്തരത്തിൽ രണ്ടു പേർക്കും കൺസിഡറേഷൻ വരുന്ന രീതിയിലുള്ള എഗ്രിമെന്റുകളെയാണ്, അല്ലെങ്കിൽ കൺസിഡറേഷൻ വരുന്ന രീതിയിലുള്ള പ്രോമിസുകളെയാണ് നമ്മൾ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആകുമ്പോൾ അതൊരു കോൺട്രാക്റ്റ് ആയി.
സോ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു പ്രോമിസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രോമിസ് എന്ന് പറയുന്നത് ഒരു പ്രപ്പോസലാണ് വെൻ ഇറ്റ് ഗെറ്റ്സ് അക്സെപ്റ്റഡ്. ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോമിസ് ആയി. ദെൻ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോമിസുകളുടെ കളക്ഷൻ ആകാം, പ്രോമിസ് ആകാം, വിച്ച് ഈസ് ആക്ച്വലി ഫോമിങ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. രണ്ടുപേർക്കും കൺസിഡറേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോമിസുകളാണെങ്കിൽ അതിനെ നമുക്ക് എഗ്രിമെന്റ് എന്ന് പറയാം. സോ എഗ്രിമെന്റ് ആകണമെങ്കിൽ അവിടെ രണ്ട് ക്വാളിറ്റീസ് കൂടി വേണം. അവിടെ ഒരു ഓഫർ ഉണ്ടാവണം, ആ ഓഫർ അക്സെപ്റ്റും ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ എൻഫോഴ്സിബിലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് കോൺട്രാക്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ എന്താണ് കോൺട്രാക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കോൺട്രാക്ട് ആക്ടിനെ പറ്റി പറഞ്ഞു. കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനി ക്വസ്റ്റ്യൻസ്? നോ ക്വസ്റ്റ്യൻസ്. ശരി, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. എന്താണ് എസെൻഷ്യൽസ്? ഒരു വാലിഡ് കോൺട്രാക്ട് ആകണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? അക്കോർഡിംഗ് ടു സെഷൻ 10, all agreements are contracts if they are made by free consent of parties. ഒന്നാമത്തെ കൺസെപ്റ്റ് അതാണ്, ഫ്രീ കൺസെന്റ്. ഫ്രീ കൺസെന്റ് ഓഫ് പാർട്ടീസ്, competent to contract, and these parties are competent to contract for a lawful consideration. നിയമപരമായിട്ടുള്ളൊരു കൺസിഡറേഷൻ ഉണ്ടാകണം. വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ്, നിയമപരമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. ആൻഡ് ആർ നോട്ട് ഹിയർ ബൈ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. വോയിഡ് എന്ന് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട ഒന്നാവരുത്. സോ ഇത്രയും ക്വാളിറ്റീസ് സെഷൻ 10 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതായത് സെഷൻ 10 ആണ് ഏതാണ് കോൺട്രാക്റ്റിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് സെഷൻ 10 ആ സെഷൻ 10 പ്രകാരം എഗ്രിമെന്റ്സ് കോൺട്രാക്ട് ആകണമെങ്കിൽ വേണ്ട കുറച്ച് ക്വാളിറ്റീസിനെ പറ്റി പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഫ്രീ കൺസെന്റ് ആണ്. ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച ഒന്നാവരുത്. സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത കാര്യമായിരിക്കണം. കൺസെന്റ് കൊടുക്കുന്നത് സ്വന്തമായിട്ടായിരിക്കണം. ഓക്കെ, സ്വന്തം മനസ്സാൽ തീരുമാനിക്കുന്ന കാര്യം. കോമ്പീറ്റൻസി ഉണ്ടാവണം. കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനർക്ക് കോമ്പീറ്റൻസി ഇല്ല. അതേപോലെ തന്നെ ഒരു ഡ്രങ്കാർഡ് ആണെങ്കിൽ, മദ്യപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എഗ്രിമെന്റിൽ ഏർപ്പെടുവാണെങ്കിൽ അതിന് വാലിഡിറ്റി ഇല്ല, അത് കോമ്പീറ്റന്റ് അല്ല. അതേപോലെ ലുനാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ, മെന്റൽ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ബുദ്ധി വളർച്ച ഇല്ലാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി ഇല്ല. സോ കോമ്പീറ്റന്റ് ആയിരിക്കണം. ആൻഡ് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ, നിയമപരമായിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ടാവണം. അഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ല, ലോഫുൾ കൺസിഡറേഷൻ. നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം. രണ്ട് പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാവണം. മേ ബി അതിന്റെ ഒരു വാല്യൂ ആകാം, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് ആകാം. അങ്ങനെ ഒരു കൺസിഡറേഷൻ നമുക്ക് അവിടെ എടുത്ത് പറയാൻ പറ്റണം. ആൻഡ് വിത്ത് എ ലോഫുൾ ഒബ്ജക്റ്റ്. ഇല്ലീഗൽ ആയിട്ടുള്ള, അൺഎത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആവരുത്, അല്ലെങ്കിൽ മോറൽ അല്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലോഫുൾ അല്ല. സോ നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒബ്ജക്റ്റ് ആയിരിക്കണം, ലക്ഷ്യമായിരിക്കണം. ആൻഡ് ലോയിൽ കൃത്യമായിട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആവരുത്. നിയമപ്രകാരം, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരവും മറ്റ് നിയമങ്ങൾ പ്രകാരവും ഇത്തരം കോൺട്രാക്റ്റുകളെ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്ട് അല്ല. അങ്ങനെ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആവരുത്. അങ്ങനെ വോയിഡ് എന്നുള്ള രീതി പറഞ്ഞ ഒരു കാര്യം ആവരുത്. സോ ദീസ് ആർ ദി കണ്ടീഷൻസ്. ഇവയാണ് എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ എസെൻഷ്യൽസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ്, ബിക്കോസ് നമുക്ക് ലോ പറയുന്ന ചില എസെൻഷ്യൽസും ഉണ്ട്, അതോടൊപ്പം തന്നെ ലോ പറയാതെ ഇംപ്ലൈഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ എസെൻഷ്യൽ കാര്യങ്ങളുണ്ട്. കോൺട്രാക്ട് ആകണമെങ്കിൽ ഒന്നാമതായിട്ട് ദെയർ മസ്റ്റ് ബി എ മിനിമം ഓഫ് 2 പാർട്ടീസ്. 2 പേരെങ്കിലും ഉണ്ടാവണം, എന്നാലേ അതൊരു കോൺട്രാക്ട് ആവും. ടു മേക്ക് എ വാലിഡ് കോൺട്രാക്ട് ദെയർ മസ്റ്റ് ബി 2 പാർട്ടീസ്, ദാറ്റ് ഈസ് ദി പ്രോമിസർ ഓർ പ്രോമിസി ആൻഡ് ദി ഓഫറർ ഓർ ഓഫറി. ഓക്കെ, ഒന്നെങ്കിൽ എന്താവണം? പ്രോമിസർ പ്രോമിസി, ഒരാൾ പ്രോമിസ് കൊടുക്കുന്നു, രണ്ടാമത്തെ ആൾ പ്രോമിസ് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ, അല്ലെങ്കിൽ അവർ തന്നെയാണ് നമ്മൾ ഓഫർ ആൻഡ് ഓഫറി എന്ന് പറയുന്നത്. ഓഫർ മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിയും ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയും. ദി പേഴ്സൺ മേക്കിംഗ് ദി പ്രപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസർ ഓർ ഓഫറർ. ആരാണോ ഈ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത്, ഞാൻ എന്റെ പശുവിനെ നിങ്ങൾക്ക് തരാം എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഓഫറർ ഓർ പ്രോമിസർ. അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ പ്രോമിസി ഓർ ഓഫറി എന്ന് വിളിക്കും. ഓക്കെ, സോ 2 പാർട്ടീസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് എഗ്രിമെന്റ് ഉണ്ടാവണം. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ വാലിഡ് കോൺട്രാക്ട് there must be an agreement between the parties to the contract. എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓഫറും വരണം, ആ ഓഫർ അക്സെപ്റ്റും ചെയ്തിട്ടുണ്ടാവണം. സോ an agreement involves
എ വാലിഡ് ഓഫർ ബൈ വൺ പാർട്ടി ആൻഡ് വാലിഡ് അക്സെപ്റ്റൻസ് ബൈ അനദർ പാർട്ടി. ഒരു പാർട്ടി അങ്ങോട്ട് ഓഫർ ചെയ്യുന്നു, സെക്കൻഡ് പാർട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഇത് രണ്ടും ചേരുമ്പോഴാണ് അതൊരു എന്താവുന്നത്, എഗ്രിമെന്റ് ആവുന്നത്. സോ ദി ഓഫർ വെൻ അക്സെപ്റ്റഡ് ബിക്കംസ് ആൻ എഗ്രിമെന്റ്. ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്രിമെന്റ് ആയിട്ട് മാറുന്നു. ദെയർഫോർ എഗ്രിമെന്റ് ഇസ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഓഫറും അക്സെപ്റ്റൻസും ചേരുന്നതാണ് ഒരു എഗ്രിമെന്റ്. ഓക്കെ, സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സെൻസ് എ പ്രപ്പോസൽ ടു ബി ടു പർച്ചേസ് ഹിസ് ഹൗസ്. എൻ്റെ ഹൗസ് വാങ്ങാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ, ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറയുമ്പോൾ എ അങ്ങോട്ടേക്ക് ഒരു ഓഫർ വയ്ക്കുകയാണ്. ബി അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, acceptance ആയി. ബി accept the proposal. That means there was an offer by A and B accepted the offer. ഇത് രണ്ടും ചേരുമ്പോഴാണ് അവിടെ എഗ്രിമെന്റ് ആവുന്നത്. സോ എഗ്രിമെന്റ് ആവണമെങ്കിൽ ഓഫറും ആക്സെപ്റ്റൻസും ഉണ്ടാവണം. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ, ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. ഇവിടെ ആ എഗ്രിമെന്റ് മാത്രം പോരാ, ആ എഗ്രിമെന്റ് ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കണം. അതാണ് ഈ എഗ്രിമെന്റ് നിയമപരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. So when two parties enter into an agreement, their intention must be to create legal relationship between them. ഇവർ ആ എഗ്രിമെന്റിൽ ഏർപ്പെട്ടതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം. സോ ഇഫ് ദർ ഇസ് നോ സച്ച് ഇന്റൻഷൻ ഓൺ ദി പാർട്ട് ഓഫ് പാർട്ടീസ്, ദർ ഇസ് നോ കോൺട്രാക്ട് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയിൽ അങ്ങനെ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റൻഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റും ഇല്ല. സോ കോൺട്രാക്ട് ആണെങ്കിൽ എന്താവണം, കോൺട്രാക്ട് ആകണമെങ്കിൽ ആ എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവണം. എൻഫോഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, നാലാമത്തെ കണ്ടീഷൻ, ലോഫുൾ കൺസിഡറേഷൻ. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ഇസ് ദി ഫൗണ്ടേഷൻ ഓഫ് എവറി കോൺട്രാക്ട്. കോൺട്രാക്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ കൺസിഡറേഷൻ വേണം. കൺസിഡറേഷൻ മീൻസ് ആൻ അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ് മൂവിങ് ഫ്രം വൺ പാർട്ടി ടു അനദർ. ഒരാളുടെ കയ്യിൽ നിന്നും അങ്ങോട്ടേക്കും ആ സെക്കൻഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടാകണം. അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇനി അതർവൈസ് യു ക്യാൻ സേ സംതിങ് ഇൻ റിട്ടേൺ. ഒരു കാര്യം അങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു വരണം, എന്നാലേ അത് കൺസിഡറേഷൻ ആവും. അതർവൈസ് അതൊരു ഗിഫ്റ്റ് ആണ്. ഗിഫ്റ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിയമപരമായിട്ടുള്ളൊരു കൺസിഡറേഷൻ വേണം. അത് സംതിങ് ഇൻ റിട്ടേൺ ആണ്, അല്ലാതെ ആഡിക്വേറ്റ് കൺസിഡറേഷൻ എന്ന് ലോ പറയുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക, ബിക്കോസ് പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളതാണ്. ആഡിക്വേറ്റ് കൺസിഡറേഷൻ അല്ല, ഒരു എന്താ പറയാ, ലോഫുൾ കൺസിഡറേഷനെ പറ്റി മാത്രമേ ലോ പറയുന്നുള്ളൂ. സോ ദി എഗ്രിമെന്റ് ലീഗലി എൻഫോഴ്സിബിൾ ഓൺലി വെൻ ബോത്ത് പാർട്ടീസ് ഗീവ് സംതിങ് ആൻഡ് ഗെറ്റ് സംതിങ് ഇൻ റിട്ടേൺ. ഒരു പാർട്ടി അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുക്കുന്നു, അദ്ദേഹം തിരിച്ച് സംതിങ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നു. അത് രണ്ടും വരുമ്പോഴാണ് എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ആവുന്നത്. ഒരാൾ പശുവിനെ കൊടുത്തു, മറ്റേയാൾ പൈസ കൊടുത്തു. സോ എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് നോട്ട് എ കോൺട്രാക്ട് അറ്റ് ഓൾ. കൺസിഡറേഷൻ വരുന്നില്ലെങ്കിൽ അതൊരു കോൺട്രാക്ട് അല്ല. ഓക്കെ, ദെൻ അഞ്ചാമതായിട്ട് പാർട്ടീസ് മസ്റ്റ് ബി കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. ഇത് കൂടാതെ ആ ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്ന പാർട്ടീസിന് കോൺട്രാക്ട് ഏർപ്പെടാനുള്ള കോമ്പീറ്റൻസി ഉണ്ടാവണം. എന്താണ് കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ, as I said, there must be at least two parties to every contract that we know. These parties must have the legal capacity to enter into the contract. അതാണ് കോമ്പീറ്റന്റ് എന്ന് പറഞ്ഞത്. ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവണം, നിയമപരമായിട്ട് എൻ്റർ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവണം. ആ യോഗ്യത ഉള്ളത് ആർക്കൊക്കെയാണ്? ഒന്ന് മേജർ ആണെങ്കിൽ ഒന്നാമതായിട്ട് ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി. മേജർ ആണ്, 18 വയസ്സ് തികഞ്ഞ ഒരാളാണ്, എൻ്റർ ചെയ്യാം. രണ്ട്, ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്, കൃത്യമായിട്ടുള്ള ബുദ്ധിസ്ഥിരതയുള്ള ആളാണെങ്കിൽ എൻ്റർ ചെയ്യാം. ദെൻ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ. ഒരു നിയമവും അദ്ദേഹത്തെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും തടയുന്നില്ലെങ്കിൽ, ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും ചില ആളുകളെ നിയമപരമായിട്ട് തടയും. അങ്ങനെ തടഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അതർവൈസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. 3 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, മെജോറിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കണം. 2, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. 3ാമത് ആയിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്ത ഒരു ഇൻഡിവിജ്വൽ ആവരുത്. നിയമപ്രകാരമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആകാൻ പാടില്ല. സോ ദിസ് അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, മെജോറിറ്റി വേണമെന്ന് പറഞ്ഞാൽ മൈനർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. 2, സൗണ്ട് മൈൻഡ് ആകണം എന്ന് പറയുമ്പോൾ അൺസൗണ്ട് മൈൻഡ് ആരൊക്കെയാ? ഒരു ഡ്രങ്കൺ പേഴ്സൺ, അദ്ദേഹം മദ്യപിച്ചിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അദ്ദേഹത്തെ അൺസൗണ്ട് മൈൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു ഇഡിയറ്റ്, ലുനാറ്റിക് അല്ലെങ്കിൽ ഒരു ഇൻസെയിൻ പേഴ്സൺ, ഇവരെല്ലാവരും എന്താണ്?
കോമ്പീറ്റന്റ് നോട്ട് കോമ്പീറ്റന്റ് കോൺട്രാക്ട് ആണ്. അവരെല്ലാം അൺസൗണ്ട് മൈൻഡ് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ലോ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന കേസുകളുണ്ട്. ചില കേസുകളിൽ ഇപ്പോ നീ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും നിയമപരമായിട്ട് തടയും. ചില എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോ ഇൻസോൾവെന്റ് ആവുന്ന ഇൻഡിവിജ്വൽ ഇൻസോൾവൻസി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് അദ്ദേഹം ഇൻസോൾവെന്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ അതിന് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അധികാരം ഉണ്ടാവില്ല. അങ്ങനെ ലോ പ്രകാരം കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ തടയുന്ന ചില ആളുകളുണ്ട്. അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. സോ ഇതാണ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പീറ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോമ്പീറ്റൻസിക്കകത്ത് എന്തൊക്കെ വേണം? ഒന്ന്, മെജോറിറ്റി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം, സൗണ്ട് മൈൻഡ് ഉള്ള വ്യക്തി ആയിരിക്കണം, ആൻഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ ആയിരിക്കണം. ദെൻ അടുത്തത് കൺസെൻസസ് അതിഥം ഓർ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. കൺസെൻസസ് അതിഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ആ ഒരു കോൺട്രാക്റ്റിലെ സബ്ജക്ട് മാനറിനെ പറ്റി ഒരേ രീതിയിലായിരിക്കണം മനസ്സിലാക്കിയിട്ടുണ്ടാവേണ്ടത്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് രണ്ടുപേരും മനസ്സിലാക്കിയിരിക്കുന്നത് ഒരേ കാര്യമായിരിക്കണം, ഒരേ രീതിയിലായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എ പറഞ്ഞു, എൻ്റെ കാറ് ഞാൻ നിങ്ങൾക്ക് 1,00,000 രൂപയ്ക്ക് തരാം. ബി ഓക്കെ റെഡി പറഞ്ഞു, യെസ് എന്ന് പറഞ്ഞു. പക്ഷെ എ വിൽക്കാൻ ഉദ്ദേശിച്ചത് എ എന്ന് പറയുന്ന കാറാണ്. പക്ഷെ ബി വിചാരിച്ചത് അത് സി എന്ന് പറയുന്ന കാറാണെന്നാണ്. അതായത് എ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ സ്വിഫ്റ്റ് കാർ വിൽക്കാമെന്നാണ്. ബി വിചാരിച്ചത് അദ്ദേഹം വിൽക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഇന്നോവ കാറാണെന്നാണ്. ഐഡന്റിറ്റി ഉണ്ടോ? ഇല്ല. രണ്ടുപേരും ചിന്തിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഇല്ല. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കോൺട്രാക്ട് വാലിഡ് ആകൂ. രണ്ടുപേരും ആ ഒബ്ജക്റ്റിനെ പറ്റി കൃത്യമായിട്ട് ഒരേ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതിനെയാണ് കൺസെൻസസ് അതിഥം എന്ന് പറയുന്നത്. കൺസെൻസസ് അതിഥം മീൻസ് there must be meeting of minds. In other words, must be identity of minds among the parties regarding the subject matter of the contract. സബ്ജക്ട് മാറ്ററിനെ പറ്റി രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കണം. മീൻസ് അവർ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കണം. സോ ദി പാർട്ടീസ് മസ്റ്റ് എഗ്രി അപ്പോൺ ദി സെയിം തിങ് ഇൻ ദി സെയിം സെൻസ്. രണ്ടുപേരും ഒരേ കാര്യത്തെ പറ്റി ഒരേ രീതിയിൽ എഗ്രി ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ് ഉള്ളൂ. സോ ഇഫ് എ സേസ് ടു ബി, will you purchase my black horse for ₹2 lakh? And B says yes to it. അവിടെ കൺസെൻസസ് അതീതമുണ്ട്. എന്തുകൊണ്ടാ? കൃത്യമായിട്ട് എ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ഹോഴ്സിനെ പർച്ചേസ് ചെയ്യുമെന്ന്. ജസ്റ്റ് ഹോഴ്സ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഒന്നിൽ കൂടുതൽ ഹോഴ്സ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഏത് ഹോഴ്സ് ആണ് എന്നുള്ളത് വ്യക്തതയില്ലാതായി പോകും. അവിടെ കൺസെൻസസ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ബ്ലാക്ക് ഹോഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, 2,00,000 രൂപയ്ക്കാണ് ഞാൻ അത് തരാൻ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം ബി അത് യെസ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ there is consensus അതിഥം ആൻഡ് ദി എഗ്രിമെന്റ് വിൽ കം ഇൻ ടു എക്സിസ്റ്റൻസ്. ആ കൺസെൻസസ് അതിഥം ഇല്ലെങ്കിൽ എഗ്രിമെന്റ് വോയിഡ് ആണ്. ഓക്കെ, ഇതാണ് ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ് ഓർ കൺസെൻസസ് അതിഥം. ഓക്കെ, അടുത്തതായിട്ട് there must be free consent of the parties. കൺസെന്റ് ഫ്രീ ആയിരിക്കണം. അതായത് കൊയേഷനിലൂടെയോ ഫോഴ്സ് ആയിട്ടോ ഒന്നും ആയിരിക്കരുത് കൺസെന്റ് നേടിയെടുത്തിരിക്കുന്നത്. സെക്ഷൻ 10 of the contract lays down that agreement made by the free consent of parties are only contract. It is essential that every contract that there must be free and genuine consent of the parties to the agreement. There should not be any misunderstanding between the parties regarding the subject matter of the contract. അതായത് ഫ്രീ കൺസെന്റ് എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ ഓർക്കുക. കൺസെന്റ് ഫ്രീ ആവുന്ന എപ്പോഴാ? ഒന്ന്, കൊയേഷൻ ഇല്ല. കൊയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് സൈൻ ചെയ്യിപ്പിച്ചതല്ല എന്ന് ഉറപ്പാക്കണം. രണ്ടാമതായിട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ല. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇപ്പൊ ഒരു ഡോക്ടർക്കാണെങ്കിൽ പേഷ്യന്റിന്റെ മുകളിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയും. ഡോക്ടർ പറയുന്നത് പൂർണ്ണമായിട്ടും പേഷ്യന്റ് വിശ്വസിക്കും. റൈറ്റ്? അങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നിർബന്ധിച്ച് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുവാണെങ്കിൽ അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, അതേപോലെ മിസ്റെപ്രസെന്റേഷൻ ഇല്ല. മിസ്റെപ്രസെന്റേഷൻ, അതായത് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്, തെറ്റായിട്ടുള്ള ഡോക്യുമെന്റ്സ് കാണിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ്, നമ്മളെ കൊണ്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുത്തുവാണെങ്കിൽ അതിനെ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയും. ദെൻ മിസ്റ്റേക്ക് ഇല്ല, തെറ്റ് പറ്റിയിട്ടില്ല. ഓർ
ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലാണ് ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത്. ഒന്ന്, കൊയേഷൻ നടത്തിയിട്ടില്ല, കൊയേഷനിലൂടെ അല്ല എഗ്രിമെന്റ് എൻഫോഴ്സ് ചെയ്തിരിക്കുന്നത്. രണ്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇല്ല, ദെൻ മിസ്റെപ്രസെന്റേഷൻ നടത്തിയിട്ടില്ല, മിസ്റ്റേക്ക് വന്നിട്ടില്ല, ആൻഡ് ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഉറപ്പാക്കാമെങ്കിൽ അതിന് ഫ്രീ കൺസെന്റ് എന്ന് പറയും. ഓക്കെ, സോ ഫ്രീ കൺസെന്റ് ഉണ്ടെങ്കിലാണ് ആ എഗ്രിമെന്റ് വാലിഡ് ആവുന്നത്. കൺസെന്റ് നേടിയിരിക്കുന്നത് ഫ്രീ അല്ലെങ്കിൽ ദി എഗ്രീഡ് പാർട്ടി ഹാസ് ദി റൈറ്റ് ടു ടെർമിനേറ്റ് ദി കോൺട്രാക്ട്. ആ ഒരു ആരുടെ കൺസെന്റ് ആണോ ഇത്തരത്തിൽ അത് നിർബന്ധിച്ച് നേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് നേടിയിരിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നേടിയിരിക്കുന്നത്, അദ്ദേഹത്തിന് ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള അധികാരം വരും. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കൺസെന്റിനെ പറ്റി പറയുമ്പോൾ പറയാം. ഫ്രീ കൺസെന്റ് എന്താണെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കൺസെന്റ് ഇത്ര ഓർക്കുക, കൺസെന്റ് നേടിയിരിക്കുന്നത് ഫ്രീ ആയിട്ടായിരിക്കണം. അതായത് പാർട്ടീസ് എഗ്രി ചെയ്തിരിക്കുന്നത് ഒരേ രീതിയിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം, ഫ്രീ ആയിരിക്കണം. അതായത് കൊയേഷനിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ മിസ്റെപ്രസെന്റേഷനിലൂടെയോ മിസ്റ്റേക്കിലൂടെയോ ഫ്രോഡ് കമ്മിറ്റ് ചെയ്തുകൊണ്ടോ ഒന്നും ആവരുത്. എങ്കിൽ മാത്രമേ അത് ഫ്രീ കൺസെന്റ് ആവൂ. ഓക്കെ, ദെൻ ലോഫുൾ ഒബ്ജക്റ്റ്. The legal requirement of a valid contract is that the parties must contract for a lawful object. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പർപ്പസ് ആണ്. അതായത് ഇവിടെ ആ പർപ്പസ് എന്ന് പറയുന്നത് നിയമപരമായിരിക്കണം. നിയമപരമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ഇല്ലീഗൽ ആകാൻ പാടില്ല, ഇമ്മോറൽ ആകാൻ പാടില്ല, ഒപ്പോസിറ്റ് ബൈ പബ്ലിക് പോളിസി, പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയ ഒന്നാവരുത്, ഫ്രോഡുലന്റ് ആവരുത്, ഒരു പേഴ്സണോ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിക്കോ ഇഞ്ചുറി വരുത്തുന്ന രീതിയിലുള്ള ഒന്നാവരുത്. ഇത്രയും അല്ലെങ്കിൽ അത് ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. ലോഫുൾ ഒബ്ജക്റ്റ് ആയാൽ മാത്രമേ അത് വാലിഡ് ആവൂ, കോൺട്രാക്ട് വാലിഡ് ആവും. ഒന്ന്, ഇല്ലീഗൽ ആവരുത്, ഇമ്മോറൽ ആവരുത്, ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസി, ദെൻ ഫ്രോഡുലന്റ് ആവരുത്, ഇൻജൂരിയസ് ടു എ പേഴ്സൺ ഓർ ഹിസ് പ്രോപ്പർട്ടി. ഫോർ എക്സാമ്പിൾ, എ പ്രോമിസസ് ടു പേ ₹50,000 to B if B kills C. Is it a lawful object? അല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് നിയമപരമല്ല, നിയമപരമായിട്ട് വോയിഡ് ആണ്. ഇത്തരം എഗ്രിമെന്റുകൾ വന്നു കഴിഞ്ഞാൽ അത് വോയിഡ് അബിനിഷ്യോ ആണ്. എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് തന്നെ അത് വോയിഡ് ആണ്. ഓക്കെ, സോ ലോഫുൾ എന്ന് പറയുന്നത് ലീഗൽ റിക്വയർമെന്റ് ആണ്. ലീഗൽ ആണെങ്കിൽ, ലീഗലി വയബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റുകളെ മാത്രമേ നമുക്ക് കോൺട്രാക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഒമ്പതാമതായിട്ട് ദി എഗ്രിമെന്റ് മസ്റ്റ് ബി സർട്ടൻ. എഗ്രിമെന്റ് ആംബിഗ്യൂസ് ആവരുത്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്ന ടേംസും കണ്ടീഷൻസും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാകണം. ദി ടേംസ് ഓഫ് ദി എഗ്രിമെന്റ് മസ്റ്റ് ബി സർട്ടൻ ആർ നോട്ട് വേഗ്. ഇഫ് ഇറ്റ് ഈസ് വേഗ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അസർട്ടൈൻ ദി മീനിങ്, ഇറ്റ് കാനോട്ട് ബി എൻഫോഴ്സ്ഡ്. ആ കോൺട്രാക്റ്റിലെ എഗ്രിമെന്റ് പറയുന്ന ടേംസും കണ്ടീഷൻസും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ആംബിഗിറ്റി ഉണ്ടെങ്കിൽ, വ്യക്തതയില്ലെങ്കിൽ, ആ കോൺട്രാക്റ്റ് എന്താണ്? വോയിഡ് ആണ്. ഓക്കെ, അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് മീനിങ്. വ്യക്തത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കൂ. വ്യക്തത ഇല്ലെങ്കിൽ കോൺട്രാക്ട് വാലിഡ് അല്ല. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എ അഗ്രീസ് ടു സെൽ ടു ബി വൺ ഓഫ് ഹിസ് കാർസ്. എ ഹാസ് 5 cars. ഞാൻ എൻ്റെ ഒരു കാർ തന്നേക്കാം, ഏത് കാറാണെന്ന് അവർ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ട് ആംബിഗ്യൂസ് ആണ്, വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും. ദിസ് എഗ്രിമെന്റ് ഈസ് നോട്ട് വാലിഡ് ആസ് ദി ടേംസ് ഓഫ് ദി എഗ്രിമെന്റ്സ് ആർ അൺസർട്ടൻ. എഗ്രിമെന്റ് ടേംസ് എന്ന് പറയുന്നത് അൺസർട്ടൻ ആണ്, അതുകൊണ്ട് തന്നെ ഇത് വാലിഡ് അല്ല. ഓക്കെ, ദെൻ ദി പെർഫോമൻസ് മസ്റ്റ് നോട്ട് ബി ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടി കോൺട്രാക്ട് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് കോൺട്രാക്ട് അല്ല. ലൈക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ, എ അഗ്രീസ് ടു പേ ₹1 lakh ടു ബി ഇഫ് ബി ബ്രിങ്സ് സ്റ്റാർസ് ഫ്രം ഹെവൻ ടു എർത്ത്. ആ പറയുന്ന പോസിബിലിറ്റി ഉണ്ടോ? ഹെവനിൽ പോയിട്ട് അവിടുന്ന് സ്റ്റാറിനെ എർത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ₹1,00,000 തരാം. ഈ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടാവുമോ? സോ ഇമ്പോസിബിൾ ആണ്. ആ ഇമ്പോസിബിൾ ആയുള്ള കോൺട്രാക്റ്റുകൾ ഒരിക്കലും വാലിഡ് ആവില്ല. സോ ദി എഗ്രിമെന്റ് ഈസ് നോട്ട് ആസ് ദി ടേംസ് ഓഫ് ദി എഗ്രിമെന്റ്സ് ആർ uncertain. Not an agreement, not a contract as the terms of the agreements are uncertain. The terms of the agreement must be capable of performance. പെർഫോം ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അത് വാലിഡ് ആവൂ. ഇമ്പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് വോയിഡ് ആണ്. ആൻഡ് 11th one, legal formalities. A contract may be by words spoken or written. It is, however, in the interest of the parties that the contract should be in writing. സോ കോൺട്രാക്ട് വേണമെങ്കിൽ സ്പോക്കൺ കോൺട്രാക്ട് ആകാം, റിട്ടേൺ കോൺട്രാക്ട് ആകാം. പക്ഷേ
പാർട്ടീസിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ സ്പോക്കൺ ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിക്ക് വേണമെങ്കിൽ അത് റിജക്ട് ചെയ്യാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തെളിയിക്കേണ്ടി വരും. പക്ഷെ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കോൺട്രാക്ട് എന്ന് പറയുന്നത് റൈറ്റിംഗിലായിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ട് പാർട്ടിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി റൈറ്റിംഗിലായിരിക്കണം കോൺട്രാക്ട്. സോ ദി ഡോക്യുമെന്റ്സ് ഇൻ വിച്ച് ദി കോൺട്രാക്ട് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആൻഡ് ഇൻ സം കേസസ് ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഉള്ള അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. നമ്മളിപ്പോ ലാൻഡുമായി ബന്ധപ്പെട്ട ലാൻഡ് സെല് ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് വെക്കുകയാണെങ്കിൽ എന്ത് വേണം? സ്റ്റാമ്പ് പേപ്പറിൽ അത് നമ്മൾ കാണിക്കണം. എന്നാൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അത് സ്റ്റാമ്പ് പേപ്പറിൽ കൃത്യമായിട്ട് എത്ര തുകയാണോ അതിന് അടിക്ക് വരാനുള്ള സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിക്കണം. ഇത് ലീഗൽ ഫോർമാലിറ്റിയാണ്. അത് ഉപയോഗിക്കാതെയാണ് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി വോയിഡ്. അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ലീഗൽ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞത്. Then agreement not expressly declared void. എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട്. എഗ്രിമെന്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 24 to 30. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 24 to സെക്ഷൻ 30 പറയുന്നത് ചില കോൺട്രാക്റ്റുകളാണ്. അവ നിയമപരമായിട്ട് സാധുതയില്ല, നടപ്പിലാക്കാൻ പാടില്ലാത്ത ചില കോൺട്രാക്റ്റുകളെ പറ്റിയാണ് സെക്ഷൻ 24 to 30 പറയുന്നത്. അണ്ടർ ദീസ് പ്രൊവിഷൻസ് എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് മാരേജ് ഒഴിവാക്കാനുള്ള ഒരു എഗ്രിമെന്റ്, അല്ലെങ്കിൽ എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡിൽ നിന്ന് പിന്മാറാനുള്ള എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേഗർ ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ വോയിഡ് ആയിട്ടാണ് പറയുന്നത്. അത് ദാറ്റ് ഈസ് വോയിഡ്. കൃത്യമായിട്ട് കോൺട്രാക്ട് പ്രകാരം തന്നെ, അല്ലെങ്കിൽ കോൺട്രാക്ട് ആക്ട് തന്നെ കൃത്യമായിട്ട് വോയിഡ് ആയിട്ട് പറയുന്ന സാഹചര്യങ്ങളാണിവ. അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് ലീഗലി എൻഫോഴ്സിബിൾ ആക്കാൻ സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ചില എഗ്രിമെന്റ്സിനെ കൃത്യമായിട്ട് വോയിഡ് ആണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വോയിഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റുകളെ നമുക്ക് ഒരു കാരണവശാലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ ദീസ് ആർ ദി പോയിന്റ്സ്. നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ്. ജസ്റ്റ് നോക്കുക. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. എസെൻഷ്യൽസ് ഓഫ് വാലിഡ് കോൺട്രാക്റ്റിനകത്ത് ആക്ടിൽ പറയാത്ത എന്നാൽ എസെൻഷ്യൽ ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും, അതേപോലെ ഗിവൺ ബൈ ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റുകളും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആക്ടിൽ പറഞ്ഞിട്ടില്ല എന്നാൽ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, രണ്ട് പാർട്ടീസും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഇന്റൻഷൻ ഈസ് ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ്. ലോഫുൾനെസ് ഉണ്ടാവണം. ഫുൾഫിൽ ലീഗൽ ഫോർമാലിറ്റീസ്. സ്റ്റാമ്പ് പേപ്പറിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കുക, രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാമ്പ് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. അത് നിർബന്ധമായിട്ട് നടത്തണം, എന്നാലേ അതിന് വാലിഡിറ്റി വരൂ. സർട്ടനിറ്റി ഓഫ് മീനിങ്, എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആംബിഗ്യൂസ് ആവണം. ആംബിഗ്യൂറ്റി ഉണ്ടാകാൻ പാടില്ല, കൃത്യമായിട്ട് വ്യക്തത ഉണ്ടാവണം. ദെൻ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇവന്റിനെ നമുക്ക് ഒരിക്കലും കോൺട്രാക്ട് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ ഗിവൺ ബൈ ദി ആക്ട്. ആക്ടിൽ പറയുന്ന ഒന്ന്, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടാവണം. ദാറ്റ് മീൻസ് ആൻ എഗ്രിമെന്റ് ഉണ്ടാവണം. രണ്ടാമതായിട്ട് കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. ദെൻ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. ദെൻ ഫ്രീ കൺസെന്റ്. ലീഗൽ ഒബ്ജക്ട്, നിയമപരമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം. ദെൻ നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ വോയിഡ്. ഇവയെല്ലാം ആക്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ ആക്ടിൽ പറയാത്തവയും നമ്മൾ കണ്ടു. സോ ഇത്രയുമാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. Okay, I hope that is clear, right? Essentials of valid contract clear അല്ലേ? ശരി, ആദ്യത്തെ ഏരിയ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ഏരിയയിലേക്ക് പോകാം. കോൺട്രാക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. കോൺട്രാക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വാലിഡിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാം, ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാം, അതേപോലെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. വാലിഡിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് വാലിഡ് കോൺട്രാക്ട്, വോയിഡ് എഗ്രിമെന്റ്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ കോൺട്രാക്ട്, ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് എക്സ്പ്രസ്ഡ് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്, പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട്, എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ലെറ്റ്സ് സീ വൺ ബൈ വൺ. നമുക്ക് ആദ്യം ബേസ്ഡ് ഓൺ വാലിഡിറ്റി, വാലിഡ് കോൺട്രാക്ട്. വാലിഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട എസെൻഷ്യൽസ് എല്ലാം ഉള്ള കോൺട്രാക്ട് ആണെങ്കിൽ അത് വാലിഡ് കോൺട്രാക്ട് ആണ്.
സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെഷൻ 10 പറയുന്ന എല്ലാ എസെൻഷ്യൽസും ഫോളോ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയും. ബിക്കോസ് ദിസ് ഈസ് ദാറ്റ് ഒരു വാലിഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഇവയെല്ലാം വേണം നമ്മൾ പറഞ്ഞു. അപ്പൊ ആ എസെൻഷ്യൽസ് എല്ലാം ഉള്ള ലീഗലി എൻഫോഴ്സിബിൾ ആക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ വാലിഡ് കോൺട്രാക്ട് എന്ന് പറയും. ആൻഡ് എഗ്രിമെന്റ് ബിക്കംസ് എ വാലിഡ് കോൺട്രാക്ട് when it fulfills the essentials of a contract as laid down by Section 10 of Indian Contract Act. Then അടുത്തത് void agreement ആണ്. void agreement എന്ന് പറഞ്ഞാൽ an agreement not enforceable by law is a void agreement. ഒരു എഗ്രിമെന്റ് അതിനെ നമുക്ക് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ എഗ്രിമെന്റ് അപ്പൊ എൻഫോഴ്സിബിലിറ്റി കൂടി ആഡ് ചെയ്താൽ അത് കോൺട്രാക്ട് ആവും. ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് നമുക്ക് നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനെ void agreement എന്ന് പറയും. So a void agreement does not create any legal right or legal obligation. നിയമപരമായിട്ട് അവിടെ ഒന്നും തന്നെയില്ല. Such agreements does not give rise to any legal consequences and it is void ab initio. void ab initio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ void ആണെന്നാണ്. ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജ് തൊട്ട് ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് തന്നെ void ആണെങ്കിൽ അതിനെ void ab initio എന്ന് പറയും. സോ void എഗ്രിമെന്റ് ആണെങ്കിൽ ആ എഗ്രിമെന്റ് എഴുതിയപ്പോൾ തന്നെ അത് നിയമപരമായിട്ട് വാലിഡ് അല്ല. അതിനെയാണ് void agreement എന്ന് പറയുന്നത്. എന്നാൽ there is something called void contract. എന്താണ് void contract? void contract. അപ്പോ ഓർക്കുക, void contract ആകണമെങ്കിൽ ഇനീഷ്യലി അത് വാലിഡ് ആയിരുന്നിരിക്കണം. മുമ്പത് എഴുതിയ ടൈമിൽ കോൺട്രാക്ട് എൻ്റർ ചെയ്ത സമയത്ത് വാലിഡ് ആയിരുന്നു, പക്ഷെ ഇപ്പോഴത് എൻഫോഴ്സിബിൾ അല്ല. അങ്ങനെയാണെങ്കിൽ അതിനെ void contract എന്നാണ് പറയുക. സോ എ void contract is that which is not enforceable by law. Such a contract may be valid originally. ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് വാലിഡ് ആയിരുന്നിരിക്കും, പക്ഷെ ഇപ്പോൾ അത് void ആയിട്ട് മാറുന്നു. But subsequently becomes void on the happening of some events which makes it void. അതായത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എഗ്രി ചെയ്തിരുന്നത് ഒരു പാൻ മസാല ട്രേഡ് ആണെന്ന് വിചാരിക്കുക. പാൻ മസാല ട്രേഡിലായിരുന്നു. പാൻ മസാല നിരോധിക്കുന്നതിന് മുമ്പാണ് ഈ ഒരു എഗ്രിമെന്റ് ചെയ്തത്. അപ്പൊ അന്ന് അത് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ അത് വാലിഡ് ആയിരുന്നു, പക്ഷെ അത് നിരോധിച്ചു, ഇല്ലീഗലാക്കി മാറുന്നു. അങ്ങനെയാണെങ്കിൽ അത് പിന്നീട് അത് void ആയി. സോ ഇനീഷ്യൽ സ്റ്റേജിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തപ്പോൾ ദാറ്റ് വാസ് വാലിഡ്. കോൺട്രാക്ട് എൻ്റർ ചെയ്തതിന് ശേഷമാണ് നിയമം പാസ്സാക്കുന്നത്. അതിനുശേഷമാണിത് void ആയിട്ട് മാറിയത്. അങ്ങനെയാണെങ്കിൽ അതിനെ void കോൺട്രാക്ട് എന്ന് പറയും. യു ഗോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ void കോൺട്രാക്ട് ആൻഡ് void എഗ്രിമെന്റ്. void എഗ്രിമെന്റ് ആണെങ്കിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അത് void ആണ്. void കോൺട്രാക്ട് ആണെങ്കിലോ ക്രിയേറ്റ് ചെയ്ത ടൈമിൽ അത് വാലിഡ് ആയിരുന്നു, പിന്നീട് അത് void ആയിട്ട് മാറിയതാണ്. ഓക്കെ, then voidable contract, an agreement which is enforceable by law at an option of one or more of the parties thereto, but not at the option of the other or others. It is voidable. voidable എന്ന് പറഞ്ഞാൽ ഇമാജിൻ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളെ കൊണ്ട് കൺസെന്റ് നേടിയെടുത്തത് കൊയേഷനിലൂടെയാണ്. എന്താ കൊയേഷൻ? കൊയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് നിങ്ങളെ കെട്ടിയിട്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ നിർബന്ധിച്ച് എന്തെങ്കിലും രീതിയിൽ ബലപ്രയോഗം നടത്തി നമ്മളെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, ആൻഡ് സൈൻ ചെയ്യിപ്പിച്ചത് നമ്മൾ കോടതിയിൽ പ്രൂവ് ചെയ്യണം. എന്നെ കൊണ്ട് ഇത്രയും നിർബന്ധിച്ചാണ് സൈൻ ചെയ്യിപ്പിച്ചത്, അല്ലാതെ എന്റെ കൺസെന്റ് ഫ്രീ ആയിരുന്നില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് എൻ ഓപ്ഷൻ. നമുക്ക് പിന്നീട് ഒരു ഓപ്ഷൻ കിട്ടും. അതായത് നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എഗ്രിമെന്റ്, ആ ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാതെ പിന്മാറാം. അങ്ങനെയാണെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയും. ബിക്കോസ് ഈ ഒരു കോൺട്രാക്റ്റിൽ വാലിഡിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ഈ കോൺട്രാക്റ്റിൽ എന്റെ കൺസെന്റ് ഫ്രീ ആയിരുന്നില്ല. എന്റെ കൺസെന്റ് അവർ നേടിയെടുത്തത് ഒന്നെങ്കിൽ കൊയേഷനിലൂടെയാണ്, അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയാണ്, അല്ലെങ്കിൽ മിസ്റെപ്രസന്റേഷനോ മിസ്റ്റേക്കോ ഫ്രോഡോ കമ്മിറ്റ് ചെയ്തിട്ടാണ് എന്റെ കൺസെന്റ് നേടിയെടുത്തതെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് an agreement which is enforceable by law at the option of one or more of the parties thereto and not at the option of the other or others. അപ്പൊ എന്റെ കയ്യിൽ നിന്നും ആരാണോ ഈ കൺസെന്റ് നേടിയെടുത്തത് എനിക്ക്, സോ ഞാൻ എ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ആണെങ്കിൽ എന്നെ നിർബന്ധിച്ചാണ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിച്ചിരുന്നത് ഞാൻ പ്രൂവ് ചെയ്തു. എന്നെ നിർബന്ധിച്ചത് ബി ആണ്. സോ എനിക്ക് വേണമെങ്കിൽ ഈ എഗ്രിമെന്റിൽ പിന്മാറാം, ബിക്ക് പിന്മാറാൻ സാധിക്കില്ല. ബിക്കോസ് ബി ഓൾറെഡി എഗ്രിമെന്റ് കമ്മിറ്റ് ചെയ്തതാണ്.
ഒന്നെങ്കിൽ എന്നെ നിർബന്ധിച്ചാലും എങ്ങനെയായാലും അദ്ദേഹം കമ്മിറ്റ് ചെയ്യിപ്പിച്ചാണ്. സോ ഞാൻ പ്രൂവ് ചെയ്യുവാണ്, ഞാൻ അഗ്രീഡ് പാർട്ടിയാണ്, എന്നെ ചതിച്ചുകൊണ്ടാണ് ഈ ഒരു കൺസെന്റ് നേടിയെടുത്തെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്റെ ഓപ്ഷനിൽ എനിക്ക് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യുകയോ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യാം. അതാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞത്. സോ ദിസ് ഹാപ്പൻസ് വെൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് ഫ്രീ കൺസെന്റ് ഇൻ ദി കോൺട്രാക്ട് ഈസ് മിസ്സിംഗ്. ഫ്രീ കൺസെന്റ് ഇതിൽ നിന്ന് നേടിയിരിക്കുന്നത് ഫ്രീ കൺസെന്റ് അല്ല, കൺസെന്റ് നേടിയിരിക്കുന്നത് മറ്റു രീതികളിലൂടെയാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം വരുന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻഫോഴ്സ് ചെയ്യാം, വേണമെങ്കിൽ പിന്മാറാം. മറ്റേ പാർട്ടിക്ക് അവകാശമില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് നോക്കുക. ആൻ എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ പാർട്ടീസ് thereto but not at the option of other or others. അതായത് ഈ പറയുന്ന എ എന്ന് പറയുന്ന എനിക്ക് മാത്രം വേണമെങ്കിൽ പിന്മാറാം അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാം, സെക്കൻഡ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അതിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡി ഗോട്ട് ദി മീനിങ്? വാലിഡ് കോൺട്രാക്ട് പറഞ്ഞു, എൻഫോഴ്സിബിൾ ആണ്, എസെൻഷ്യൽസ് എല്ലാം ഉള്ള കോൺട്രാക്ട് ആണെങ്കിൽ അത് വാലിഡ് കോൺട്രാക്ട് ആണ്. വോയിഡ് എഗ്രിമെന്റ് ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് വാലിഡ് അല്ല, എൻഫോഴ്സിബിൾ അല്ലെങ്കിൽ ഇത് വോയിഡ് എഗ്രിമെന്റ് ആണ്. ദെൻ വോയിഡ് കോൺട്രാക്ട് ആണെങ്കിൽ ഇനിഷ്യലി അത് വാലിഡ് ആയിരുന്നു, പിന്നീട് അത് വോയിഡ് ആയിട്ട് മാറിയതാണ്. വോയിഡബിൾ ആണെങ്കിൽ അതിനകത്ത് ഒരു വ്യക്തിക്ക് കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാനോ പിന്മാറാനുള്ള അവകാശം കിട്ടുവാണ്. അതിനെയാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. An unenforceable contract is one which cannot be enforced in a court of law because of some technical defects. Unenforceable ആണ്. നമ്മൾ സ്റ്റാമ്പ് പേപ്പറിന്റെ ഒക്കെ കേസ് പറഞ്ഞു. നമ്മൾ സ്റ്റാമ്പ് പേപ്പർ എഴുതേണ്ടത് 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആയിരുന്നു, പക്ഷെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ്. ടെക്നിക്കൽ എറർ വന്നു, അൺഎൻഫോഴ്സിബിൾ ആണ്. ഇതാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ടെക്നിക്കൽ എറർ കാരണം കോർട്ട് ഓഫ് ലോയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അത്തരം കോൺട്രാക്റ്റിനെയാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ ഇല്ലീഗൽ കോൺട്രാക്ട്, ക്രിമിനൽ നേച്ചറിലുള്ള കോൺട്രാക്ട്, ഇമ്മോറൽ, പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കോൺട്രാക്ട്, ഇവയാണ് ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ വാലിഡിറ്റി, വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡ് എഗ്രിമെന്റ്, വോയിഡബിൾ കോൺട്രാക്ട്, ദെൻ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ കോൺട്രാക്ട്. ഇനി ബേസ്ഡ് ഓൺ ഫോർമേഷൻ, എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. കോൺട്രാക്ട് മേ ബി എക്സ്പ്രസ്ഡ്, നമ്മൾ വേഴ്സിൽ പറഞ്ഞോ എഴുതിയോ തയ്യാറാക്കുന്ന എക്സ്പ്രസ് കോൺട്രാക്ട് ആകാം. നമ്മളിപ്പോ ലാൻഡ് എഗ്രിമെന്റ് ഒക്കെ വയ്ക്കുമ്പോൾ ദാറ്റ് മേ ബി റിട്ടൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അവിടെ വയ്ക്കും. അതേസമയം ഇംപ്ലൈഡ് ആകാം. ഇംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിൽ നിന്ന് തന്നെ ഇംപ്ലൈ ചെയ്യുന്നു. നമ്മൾ ടാക്സി വിളിക്കുന്നു, ടാക്സിയിൽ കയറിയിരുന്നു ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി വിടാൻ പറയുന്നു, അവിടെ നമ്മുടെ ബിഹേവിയറിൽ നിന്ന് പറയും നമ്മൾ ആ പൈസ കൊടുക്കാൻ തയ്യാറാണ്, റൈറ്റ്? ബിക്കോസ് ദർ ഇസ് നോട്ട് ഇപ്പൊ ഈ കാണുന്നത് പോലെ ഒരു എക്സ്പ്രസ് കോൺട്രാക്ട് അവിടെ ഇല്ല. നമ്മളിപ്പോൾ ബസ്സിൽ കയറി യാത്ര ചെയ്യുവാണെങ്കിൽ ആ ബസ്സിൽ കയറുന്ന ടൈമിൽ തന്നെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. അല്ലാതെ ഒരു എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടൊരു എഗ്രിമെന്റ് വയ്ക്കുവാണ്, എഗ്രിമെന്റ് പ്രകാരം അവിടെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ കാശ് തരാം എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല. നമ്മളവിടെ കയറുന്ന ഒരു പോയിന്റിൽ തന്നെ നമ്മൾ എഗ്രി ചെയ്യുവാണ്, ദർ ഇസ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇതാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. സോ എക്സ്പ്രസ് ആണെങ്കിൽ വിച്ച് ഇസ് വൺ വിച്ച് ഇസ് മെയ്ഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ, വേറാസ് ഇംപ്ലൈഡ് ആണെങ്കിൽ കണ്ടക്ട്സ് ഓർ ആക്ട്സ് ബൈ ആണ്, നമ്മുടെ ബിഹേവിയർ വഴി ആ ഒരു കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യപ്പെടുവാണ്. അതിനെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ ഓൺ ദി ബേസ് ഓഫ് പെർഫോമൻസ്, പെർഫോമൻസിനെ വെച്ചുകൊണ്ട് എത്രമാത്രം ചെയ്തു എന്നുള്ളതിനെ വെച്ചുകൊണ്ട് യൂണിലാറ്ററൽ കോൺട്രാക്ട് ഒരു വൺ സൈഡഡ് കോൺട്രാക്ട് എന്നും ബൈലാറ്ററൽ കോൺട്രാക്ട് എന്നും പറയും. എന്താണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ പൂർണ്ണമായിട്ട് മീറ്റ് ചെയ്തു, ഇനി ഒബ്ലിഗേഷൻ പേ ചെയ്യാനുള്ളത് സെക്കൻഡ് പാർട്ടി മാത്രമാണ്. ഇതിനെയാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ ഗുഡ്സ് ഒക്കെ മേടിക്കുവാണെങ്കിൽ ആ ഗുഡ്സ് ക്രെഡിറ്റിൽ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. സോ ആ ഗുഡ്സ് ഡെലിവർ ചെയ്ത വ്യക്തിയുടെ ഉത്തരവാദിത്തം അതോടുകൂടി കഴിഞ്ഞു. ഇനി ഉത്തരവാദിത്തം ഉള്ളവർക്കാണ്, നമുക്ക് മാത്രമാണ്, നമ്മൾ പേയ്മെന്റ് നടത്തണം. സോ ഒരു പാർട്ടി അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ചെയ്തു, സെക്കൻഡ് പാർട്ടി മാത്രമേ അദ്ദേഹത്തിന്റെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ളെങ്കിൽ അതിനെ യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയും. ബൈലാറ്ററൽ ആണെങ്കിലോ രണ്ട് പാർട്ടിയുടെയും ഒബ്ലിഗേഷൻസ് പെൻഡിങ് ഉണ്ട്, ഫ്യൂച്ചർ ഡേറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള എഗ്രിമെന്റ് ഒക്കെ വരുമ്പോൾ രണ്ട് പാർട്ടിയുടെയും ഒബ്ലിഗേഷൻസ് പെൻഡിങ് ആയിരിക്കും. അത്തരം എഗ്രിമെന്റ്സിനെ നമ്മൾ ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയും. ദെൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, രണ്ട് പാർട്ടിയും അവരുടെ റെസ്പെക്റ്റീവ് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്തു,
അവരുടെ കോൺട്രാക്ടിന്റെ ഒബ്ലിഗേഷൻസ് പൂർണ്ണമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, നെക്സ്റ്റ് കോൺട്രാക്ട് ഈസ് ഓൾറെഡി എക്സിക്യൂട്ടഡ്. അതാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. വേറസ് എക്സിക്യൂട്ടറി ആണെങ്കിൽ ബീയിങ് എക്സിക്യൂട്ടർ ആണ്. രണ്ട് പാർട്ടിയും അവരുടെ ഒബ്ലിഗേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ സം പോർഷൻസ് ആർ റിമൈനിങ്. ആ ഒരു എഗ്രിമെന്റ് പ്രകാരമുള്ള ചില പാർട്ടുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. രണ്ടു പാർട്ടിയും അവരുടെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ ആ ഒബ്ലിഗേഷൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനെയാണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെന്റ് ടൈപ്സ്: യൂണിലാറ്ററൽ, ബൈലാറ്ററൽ, എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി. ഓക്കെ, സോ യു ക്യാൻ സി, നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ബ്രീഫ്ലി പറയുകയാണെങ്കിൽ, വോയിഡ് എന്താണ്? നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. വോയിഡബിൾ, നോട്ട് എൻഫോഴ്സിബിൾ, എൻഫോഴ്സിബിൾ അറ്റ് ദി ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി. എന്റെ ഓപ്ഷനിൽ അത് എനിക്ക് എൻഫോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ഓപ്ഷനിൽ അത് വിഡ്രോ ചെയ്യാം. വാലിഡ്, എല്ലാ എൻഫോഴ്സിബിൾ ആണ്, രണ്ട് പാർട്ടീസിനും എൻഫോഴ്സിബിൾ ആയിട്ടുള്ള എല്ലാ എസെൻഷ്യൽസും ഉള്ള കോൺട്രാക്ട് ആണെങ്കിൽ വാലിഡ് കോൺട്രാക്ട്. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ വോയിഡ് ആണ്, പണിഷബിൾ ആണ്. അൺഎൻഫോഴ്സിബിൾ, ടെക്നിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ അത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആണ്. ദെൻ എക്സ്പ്രസ്, വാക്കുകളിൽ പറയുന്ന രീതിയിലുള്ള കോൺട്രാക്ട്. ടാസിറ്റ് ആണെങ്കിൽ ഇൻഫർ, അത് ഇംപ്ലൈഡ് ആണ് ടാസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻഫേർഡ് ബൈ ദി ആക്ട്സ്, രണ്ട് പാർട്ടീസിന്റെ ആക്ടിൽ, പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് പറഞ്ഞെടുക്കാൻ സാധിക്കുന്ന കോൺട്രാക്ട് ആണെങ്കിൽ അതിനെ ടാസിറ്റ് എന്ന് പറയും. ക്വാസി കോൺട്രാക്ട് എന്ന് പറയും. ക്വാസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിയൽ കോൺട്രാക്ട് ആണെന്ന് തോന്നില്ല, പക്ഷേ കോൺട്രാക്ടിന്റെ ഫീച്ചേഴ്സ് ഇംപ്ലൈ ചെയ്യും. നിയമപരമായിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില കോൺട്രാക്റ്റുകളാണ് ക്വാസി കോൺട്രാക്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വഴി കൂടെ പോയപ്പോൾ നമുക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മളുടെ ഉത്തരവാദിത്വം എന്താണ്? ആ പേഴ്സ് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ദർ ഇസ് എ ക്വാസി കോൺട്രാക്ട്. ബിക്കോസ് ആ പാർട്ടിയുമായിട്ട്, പേഴ്സിന്റെ ഉടമസ്ഥനുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി യാതൊരു കോൺട്രാക്റ്റും ഇല്ല. എന്നിരുന്നാൽ കൂടിയും ഇൻഡയറക്റ്റ്ലി നമുക്ക് അവിടെ ഒരു ഒബ്ലിഗേഷൻ വരുവാണ്. നമ്മൾ ആ പേഴ്സ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ പ്രതിയാവും, നമ്മളായിരിക്കും മോഷ്ടിച്ചാണ്. ഓക്കെ, അത്തരത്തില് നമ്മളിൽ നിയമപരമായിട്ട് ഇംപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. നോട്ട് എ റിയൽ കോൺട്രാക്ട് ബട്ട് ലുക്ക് ലൈക്ക് എ കോൺട്രാക്ട് ഇംപ്ലൈഡ് ബൈ ലോ. നിയമം നമ്മളുടെ മുകളിൽ വയ്ക്കുന്ന ഒരു കോൺട്രാക്ട് പോലെയാണ് ക്വാസി കോൺട്രാക്ട് വരുന്നത്. ഈ കോൺട്രാക്ട് ആണെങ്കിൽ ഇലക്ട്രോണിക് മീൻസിൽ നമ്മൾ സൈൻ ചെയ്ത എല്ലാ കോൺട്രാക്റ്റുകളെയും ഈ കോൺട്രാക്ട് എന്ന് പറയും. ദെൻ യൂണിലാറ്ററൽ, വൺ സൈഡഡ് കോൺട്രാക്ട് ആണ്. ഒരു പാർട്ടി അതിന്റെ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്തു, സെക്കൻഡ് പാർട്ടി മീറ്റ് ചെയ്യാനുണ്ട്. ബൈലാറ്ററൽ, രണ്ട് പാർട്ടീസിന്റെയും ഒബ്ലിഗേഷൻസ് ഇനിയും ചെയ്യാനുള്ളതാണെങ്കിൽ അത് ബൈലാറ്ററൽ കോൺട്രാക്ട് ആണ്. എക്സിക്യൂട്ടറി, രണ്ട് പാർട്ടീസിന്റെ ഒബ്ലിഗേഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിക്യൂട്ടഡ്, ഓൾറെഡി ഡൺ, കഴിഞ്ഞ കോൺട്രാക്റ്റിനെ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഏരിയാസ് ക്ലിയർ ആണോ? എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു MCQ ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും, അതൊന്ന് അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഈ വരുന്ന ഓരോ ദിവസങ്ങളിലും മാക്സിമം എന്നെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് മാക്സിമം ടോപ്പിക് കവർ ചെയ്യാനും അതുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന MCQ നിങ്ങൾക്ക് തരാനും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് ചെയ്തു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. ദെൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തെങ്കിലും ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നുണ്ടെങ്കിൽ ചോദിക്കാൻ തയ്യാറാകുക. അതൊക്കെയാണ് നിങ്ങളുടെ ഇനിയുള്ള ഒബ്ലിഗേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഓൾ.